സെറ്റ് എക്സാമിന്റെ പരീക്ഷ സെപ്റ്റംബർ 20 മാറ്റിവെച്ചു. ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച നടക്കേണ്ട പരീക്ഷയായിരുന്നു. അതിന് പ്രിപ്പയർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് മഴയും പ്രശ്നങ്ങളും ഒക്കെ കാരണം പിന്നീടുള്ള ഒരു ഡേറ്റ് കിട്ടാനായിട്ട് സെപ്റ്റംബർ 20 LBS പരീക്ഷ മാറ്റിയത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? ഇത്തവണത്തെ സെറ്റ് എക്സാമിന്റെ വിജയ ശതമാനം കൂട്ടണമെന്ന് IPLUSനോടൊപ്പം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ ക്രാഷ് ബാച്ചുകളൊക്കെ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച പരീക്ഷ എഴുതാൻ ഇരുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ എക്സാം മാറ്റി വെച്ചത്. അപ്പോ 2 മാസം കൂടി, ഏകദേശം 2 മാസം കൂടി, ഒരു 50 ദിവസത്തിനടുത്ത് കൂടി നിങ്ങൾക്ക് റിവിഷൻ നടത്താനായിട്ട് കിട്ടിയ സമയം. റിസൾട്ട് ഇംപ്രൂവ് ആയില്ലെങ്കിൽ നാണക്കേടല്ലേ, മോശമല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടേതായ കുറെ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവും, ആ ജേർണിയിൽ ഒരിടം വരെ എത്തിയിട്ടുണ്ടാവും. ഫൈനലായിട്ട് ഒരു ബൂസ്റ്റ് കൊടുക്കാനായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം. വിജയികൾ എപ്പോഴും ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ, മാറ്റം വരുമ്പോൾ ആ മാറ്റത്തിനെ ശപിക്കുകയോ അതിനെതിരെ നീന്താൻ ശ്രമിക്കുകയോ അല്ല വേണ്ടത്. ആ മാറ്റത്തിൽ ആ ഒരു എക്സ്റ്റൻഡഡ് ടൈം ഫ്രെയിം കിട്ടി. എനിക്ക് ഉറപ്പുണ്ട് ഇത് കുറെ പേര് വിചാരിക്കും, ഷോ എന്റെ മൂഡ് പോയി, ഇനി എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷനിലേക്ക് പോകുന്നവരുണ്ടാവും. ജെനുവിൻ റീസൺ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവരെ പറ്റി അല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ദിവസങ്ങൾ കിട്ടുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോൾ ഒന്ന് മടി പിടിക്കാറുണ്ട്. ആ രീതിക്ക് ഇത്തവണ മാറ്റം വരണം. അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിനെ അത് ഡീഗ്രേഡ് ചെയ്യാനായിട്ടായിരിക്കും ഇടയാക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഈ ദിവസങ്ങൾ എക്സലന്റ് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. ഭംഗിയായിട്ട് പഠിക്കുക. IPLUS നിങ്ങളോടൊപ്പം ഉണ്ട്. കോഴ്സുകൾ എടുത്തവർക്കൊക്കെ വാലിഡിറ്റി നമ്മൾ ഫ്രീ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ IPLUSലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കുകയും വിജയത്തിലേക്ക് മുന്നേറുകയും ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.